കവിത മടക്കം. ഇന്നു ഞാൻ വീണ്ടും ആ മാവിൻ്റെ ചോട്ടിൽ അച്ചെറു ബെഞ്ചിലിരിപ്പൂ. 2 ദശാബ്ദത്തിനപ്പുറത്തുള്ളൊരു മങ്ങിയ കാഴ്ച തെളിഞ്ഞു. ഒന്നുമറിയാത്ത കാലം, അതല്ലയോ ഒന്നുമായി തീരാത്ത കാലം. നല്ലൊരു പുഞ്ചിരി ലോകം നിറയ്ക്കുന്ന അൻപെഴും മോഹന ബാല്യം. വിദ്യാലയത്തിലെന്നാദ്യ ദിനമാണെന്നോർത്തു ഞാൻ മെല്ലെ കരഞ്ഞു. അച്ഛൻ്റെ കൈവിരൽ തൂങ്ങി നടന്നു ഞാൻ, അമ്മയെ ഓർത്തൊന്നു തേങ്ങി. വിദ്യാലയത്തിലെന്നാദ്യ ദിനമാണെന്നോർത്തു ഞാൻ മെല്ലെ കരഞ്ഞു. അച്ഛൻ്റെ കൈവിരൽ തൂങ്ങി നടന്നു ഞാൻ, അമ്മയെ ഓർത്തൊന്നു തേങ്ങി. മെല്ലെ നടന്നു ഞാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞിതാ കുഞ്ഞേ, നിന്റെ വിദ്യാലയം എൻ്റെ വിദ്യാലയം, നമ്മുടെ നാടിൻ വിളക്ക്. മെല്ലെ നടന്നു ഞാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞിതാ കുഞ്ഞേ, നിന്റെ വിദ്യാലയം എൻ്റെ വിദ്യാലയം, നമ്മുടെ നാടിൻ വിളക്ക്. ഒന്നും ഞാൻ കേട്ടില്ല, ഒന്നും ഞാൻ കണ്ടില്ല, എല്ലാം ഒരു മായ പോലെ. എൻ്റെ മനസ്സിലെ മൺകലം പൊട്ടി കണ്ണീർ ചുടുചോലയായി. ഒന്നും ഞാൻ കണ്ടില്ല, ഒന്നും ഞാൻ കേട്ടില്ല, എല്ലാം ഒരു മായ പോലെ. എൻ്റെ മനസ്സിലെ മൺകലം പൊട്ടി കണ്ണീർ ചുടുചോലയായി. 2 പടികളിൽ 10 ചുവടുമായി മെല്ലെ വരാന്തയിൽ കേറി. 5 നനുത്ത വിരലുകളന്നെൻ്റെ കുഞ്ഞു കവിൾത്തടം തൊട്ടു. എന്താട കരയുന്നതെന്ന് ചോദിച്ചെന്നെ ചേർത്തു പിടിച്ചൊരു മാഷ്. എന്നിളം കൈകളിൽ പെൻസിൽ പിടിപ്പിച്ച 1-ാം തരത്തിലെ മാഷ്. എന്താട കരയുന്നതെന്ന് ചോദിച്ചെന്നെ ചേർത്തു പിടിച്ചൊരു മാഷ്. എന്നിളം കൈകളിൽ പെൻസിൽ പിടിപ്പിച്ച 1-ാം തരത്തിലെ മാഷ്. ആദ്യം തറയെന്നും പിന്നെ പറയെന്നും എല്ലാരും ഈണത്തിൽ ചൊല്ലി. 1 മുതലുള്ള അക്കങ്ങളെല്ലാം ഞാനും ക്രമത്തിൽ പഠിച്ചു. 2-ലും 3-ലും 4-ലുമെല്ലാം ഭംഗിയായി തന്നെ പഠിച്ചു. കാലം കഴിഞ്ഞു, ദിനങ്ങൾ കൊഴിഞ്ഞു, വ്യാഴവട്ടങ്ങൾ കഴിഞ്ഞു. ഇന്നീ സമയത്തും ഇന്നീ വയസ്സിലും വീണ്ടും ഒരാഗ്രഹം പോലെ. 1-ാം തരത്തിലെ ബെഞ്ചിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ. ഇന്നീ വയസ്സിലും ഇന്നീ സമയത്തും വീണ്ടും ഒരാഗ്രഹം പോലെ. 1-ാം തരത്തിലെ ബെഞ്ചിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ. നന്ദി.